ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിലെ മൂന്നാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് തകർത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് 19.4 ഓവറിൽ 127 റൺസിൽ ഓൾ ഔട്ട് ആയപ്പോൾ 12.1 ഓവറിൽ 2 വിക്കറ്റിന് 128 റൺസുമായി രാജസ്ഥാൻ റോയൽസ് അനായാസം വിജയലക്ഷ്യം മറികടന്നു. രാജസ്ഥാന്റെ വമ്പൻ ജയത്തേക്കാൾ ഉപരി CSKയുടെ മോശം പ്രകടനമാണ് കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. MS ധോണിയുടെ അഭാവത്തിൽ ഇറങ്ങിയ CSK തീർത്തും നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദിന് കാര്യമായൊന്നും ചെയ്യാനാവില്ലെന്നതാണ് വസ്തുത. 44-ാം വയസ്സിലും ധോണി CSKയ്ക്കായി കളിക്കാതെ ഋതുരാജിന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത്. ധോണി ഇല്ലാത്ത CSK 6 മത്സരങ്ങൾ കളിച്ചപ്പോൾ 5ലും ടീം തോറ്റു. 2010-ൽ ഡൽഹി ഡെയർഡെവിൾസിനെതിരെ മാത്രമാണ് ധോണി ഇല്ലാതെ CSKയ്ക്ക് ജയിക്കാനായത്. ധോണി ഇല്ലാതെ ഇറങ്ങിയ അവസാന 3 മത്സരത്തിലെ CSKയുടെ സ്കോറിങ്ങിൽ നിന്ന് തന്നെ ധോണിയുടെ ടീമിലെ ഇമ്പാക്റ്റ് വ്യക്തമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 132 റൺസും, മുംബൈ ഇന്ത്യൻസിനെതിരെ 109 ഓൾ ഔട്ട്, രാജസ്ഥാൻ റോയൽസിനെതിരെ 127 റൺസിന് ഓൾ ഔട്ട് എന്നിങ്ങനെയാണ് സ്കോറുകൾ. ധോണിയുടെ അഭാവത്തിൽ CSK നായകനായ ഋതുരാജ് ഗെയ്ക്വാദ് വളരെ സമ്മർദ്ദത്തിലാണ് കളിക്കുന്നതെന്ന് തന്നെ പറയാം. ഇത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒറ്റയ്ക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ക്യാപ്റ്റനാണ് ഋതുരാജ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഋതുരാജിന് കീഴിൽ CSK കളിച്ച അവസാന 5 മത്സരത്തിലും ടീമിന് തോൽവി നേരിടേണ്ടി വന്നു എന്നതാണ് വസ്തുത. ബാറ്റ്സ്മാൻ എന്ന നിലയിലും ഋതുരാജിൻ്റെ പ്രകടന കണക്കുകൾ നോക്കുമ്പോൾ പിന്നോട്ടാണെന്ന് തന്നെ പറയാം. വിലക്കിന് മുമ്പ് CSK രാജസ്ഥാനെതിരെ 11 ജയവും രാജസ്ഥാന് 6 ജയവുമായിരുന്നു ഉണ്ടായിരുന്നത്. വിലക്കിന് ശേഷമുള്ള കണക്കുകൾ നോക്കുമ്പോൾ CSK 5 മത്സരം ജയിച്ചപ്പോൾ 10 തവണ മാത്രമാണ് രാജസ്ഥാന് ജയിക്കാനായത്. ഇപ്പോൾ 32 നേർക്കുനേർ മത്സരത്തിൽ CSKയ്ക്കും രാജസ്ഥാനും 16 ജയങ്ങൾ വീതം പങ്കിടുകയാണ്. അവസാന 11 നേർക്കുനേർ മത്സരത്തിലും CSKയെ തോൽപ്പിക്കാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടതുണ്ട്. ഋതുരാജിനെ നായകനാക്കി ഇനിയും മുന്നോട്ട് പോയാൽ ടീമിന് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആരാധക പക്ഷം. സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ആരാധകർ ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ CSKയുടെ ടീം കരുത്ത് പ്രതീക്ഷിച്ചതുപോലെ നിലവാരം കാട്ടിയില്ലെന്നാണ് ആദ്യ മത്സരത്തിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത്. ധോണിക്ക് 2 ആഴ്ച വിശ്രമം വേണ്ടിവരുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ CSKയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായേക്കില്ല. സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കാൻ ഈ സീസണിൽ CSK തയ്യാറായേക്കുമില്ല. ഈ സീസണിലെ CSKയുടെ പ്രകടനം വിലയിരുത്തി സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ CSKയ്ക്കൊപ്പമുള്ള അരങ്ങേറ്റ മത്സരത്തിൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യവുമാണ്. വരുന്ന മത്സരങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം.